വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് നടത്തിയ ഒരു തീക്കളിയുണ്ട്. വടകരയിൽ രാഷ്ട്രീയ പ്രചാരണം എന്ന പേരിൽ അവർ നടത്തിയ വർഗീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണ രീതി മാത്രമല്ല, അതിനൊപ്പം തന്നെ രൂക്ഷമായ വ്യക്തിഹത്യ. കെ ശൈലജ ടീച്ചറെ രൂക്ഷമായിട്ടാണ് അവർ വ്യക്തിഹത്യ ചെയ്തത്. മാത്രമല്ല, വിജയിക്കാൻ വേണ്ടി വടകരയിൽ എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടി കെ ശൈലജ ടീച്ചറുടെ ജനസമ്മതിക്ക് മുകളിൽ നിന്ന് ജയിക്കാൻ വേണ്ടി രൂക്ഷമായ രീതിയിൽ വർഗീയമായ രീതിയിലാണ് അവർ പ്രചാരണം നടത്തിയത്. അതിൻ്റെ ഒരുപാട് ഉദാഹരണം ഉണ്ട്. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്ററായിട്ടുള്ള അരുൺകുമാറിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് ടീച്ചർ പറഞ്ഞ കാര്യം പകുതി മാത്രം വെട്ടിമാറ്റി ടീച്ചർ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചു എന്ന രീതിയിൽ നടത്തിയ പ്രചാരണമുണ്ട്. അത് പിന്നെ റിപ്പോർട്ടർ TV തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മൊത്തം വീഡിയോ പുറത്തുവിട്ട് എല്ലാ കാര്യം ചെയ്തു. നമ്മൾ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. മാത്രമല്ല, ടീച്ചർ പണ്ട് പ്രസംഗിച്ച പല കാര്യങ്ങളും പകുതി മുറിച്ചു മാറ്റി എന്നിട്ട് അതിന് വർഗീയ ആംഗിൾ കൊടുത്തുള്ള പ്രചാരണം, അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വർഗീയവാദി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് കള്ളക്കരച്ചിലുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഷാഫിയുടെ കരച്ചിൽ നമ്മൾ കഴിഞ്ഞ ഇലക്ഷന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ഷാഫി കള്ളക്കരച്ചിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോഴും അതിനുശേഷം പിന്നെ ടീച്ചറെ വീണ്ടും അധിക്ഷേപിക്കാൻ വേണ്ടി വീണ്ടും വർഗീയപരമായ ആംഗിളോട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതുമാണ്. ഇതിനെ എല്ലാത്തിനെയും വ്യക്തമായിട്ട് KT ജലീൽ വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്ക് മാറിയ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് വ്യക്തമായിട്ട് KT ജലീൽ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്കുള്ള മാറ്റം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പല പ്രമുഖരും എഴുത്തുകുത്തുകളിൽ ഉപയോഗിച്ച ഒരു വാക്ക് നിയമസഭാ കമ്മിറ്റിയുടെ സന്ദർശന വേളയിൽ മുഖപുസ്തകത്തിൽ ഞാൻ എഴുതിയ യാത്രാ വിവരണക്കുറിപ്പിൽ ഉപയോഗിച്ചതിനാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ 22 ക്യാരറ്റ് മതേതരൻ എൻ്റെ പ്രയോഗത്തിന് പാകിസ്ഥാൻ ചുവയുണ്ടെന്ന് നിയമസഭയിൽ ആക്ഷേപിച്ചത്. എനിക്കെതിരെ പാക് ചുവ ആരോപിച്ച അതേ വ്യക്തിയാണ് പാക് പതാകയോട് ലീഗ് കൊടിക്ക് സാമ്യമുണ്ടെന്ന് ആരോപിച്ച് തൻ്റെ പ്രചാരണ പരിപാടികളിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറ്റി നിർത്തിയ അതേ പച്ചക്കൊടിയുടെ തണലിൽ വടകര ഇലക്ഷനെ കാഫിറായ ശൈലജ ടീച്ചർക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധമാക്കി സമർത്ഥമായി മാറ്റിയത്. കാലത്തിൻ്റെ വികൃതി എന്നല്ലാതെ എന്തു പറയാൻ. പാലക്കാട്ടെത്തിയാൽ ഭൂരിപക്ഷ വർഗീയതയുടെ രഹസ്യ കാമുകൻ, വടകരയിലെത്തിയാൽ ന്യൂനപക്ഷ വർഗീയതയുടെ പരസ്യ കാമുകൻ. ഈ ഇരട്ടത്താപ്പാണ് പാലക്കാടൻ കാറ്റിനെ വിമർശന വിധേയനാക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഇന്നോളം ഫലസ്തീൻ പ്രശ്നത്തിലോ പൗരത്വ ഭേദഗതി നിയമത്തിലോ കശ്മീരിൻ്റെ 370 വകുപ്പ് എടുത്തു കളഞ്ഞ വിഷയത്തിലോ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടോ മുത്തലാഖിൻ്റെ കാര്യത്തിലോ ഏക സിവിൽ കോഡിലോ NIA നിയമ ഭേദഗതിയിലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ പ്രസംഗ ശകലമോ ലീഗിൻ്റെ 3ാം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിൻ്റെതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിന് താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചാൽ നന്നാകും. ഏതായാലും വടകരയിൽ മത്സരിച്ചത് കൊണ്ട് മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും UDF സ്ഥാനാർത്ഥി ഒരു ദീനി പയ്യനായി മാറിയതും LDF സ്ഥാനാർത്ഥി ഒരു ഇസ്ലാം വിരുദ്ധ ആയതും തികഞ്ഞ അശ്ലീലമായി പോയി. ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്കുള്ള യുവ കോൺഗ്രസ് നേതാവിൻ്റെ മാറ്റം നീണാൽ വാഴട്ടെ എന്നാണ് ജലീൽ പറയുന്നത്. ഇതിനൊപ്പം തന്നെ ലീഗ് കളിച്ച തീക്കളിയെക്കുറിച്ച് ഇന്നലെ തന്നെ ജലീൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: വടകരയിൽ ലീഗ് കളിച്ച തീക്കളി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ലീഗിന് 3ാം സീറ്റ് കിട്ടിയില്ല. അവർ ചോദിച്ച വടകര സീറ്റിൽ ലീഗിന് കൂടി സമ്മതനായ ഒരാളെ കോൺഗ്രസ് മത്സരിപ്പിച്ചു. ലീഗിൻ്റെ വിഭവശേഷി ആളായും അർത്ഥമായും പരമാവധി ഉപയോഗിച്ചു. വടകരയിൽ കോൺഗ്രസ് ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത്. മുല്ലപ്പള്ളിയും മുരളീധരനുമൊക്കെ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അന്നൊക്കെ രാഷ്ട്രീയമായിട്ടാണ് ലീഗ് ഇലക്ഷനെ കണ്ടത്. മുൻ ഇലക്ഷനുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത്തവണ വടകരയിൽ കണ്ടത്. ഒരുതരം വന്യമായ ആവശ്യത്തോടെ കോടികൾ പൊടിച്ചു നടത്തിയ ആറാട്ടാണ് അവിടെ നടന്നത്. ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ജനാധിപത്യ ഉത്സവത്തെ ഒരുതരം മതോത്സവമാക്കി മാറ്റി. മതവികാരം വിളക്കി വിട്ട് കൃത്രിമമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു. വടകരയിൽ ഇലക്ഷൻ നടത്തിയത് കമ്മിറ്റികളല്ല, കോടികൾ പ്രതിഫലം പറ്റിയ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമായിരുന്നു. ശൈലജ ടീച്ചറെ പോലെ ക്രൂരമായ വ്യക്തിഹത്യയ്ക്ക് ഇരയായ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ വേറെ ഉണ്ടാവില്ല.
കോവിഡ് കള്ളി, പെരുങ്കള്ളി എന്നെല്ലാമുള്ള പച്ചക്കള്ളങ്ങൾക്കൊപ്പം അശ്ലീല ചുവയുള്ള നിരവധി വാക്കുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും അവർക്കെതിരെ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, സൈബർ തെമ്മാടികൾ ഉപയോഗിച്ചു. നിപ്പയും കോവിഡും തിമർത്താടിയപ്പോൾ വലയാത്ത ടീച്ചറുടെ മനസ്സ് ഇന്നോളം കേൾക്കാത്ത അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ആടിവലഞ്ഞു കാണും. CPIMനെതിരെ വാർത്ത ചമയ്ക്കാൻ ടീച്ചറെ ഒരു ഘട്ടത്തിൽ പാടി പുകഴ്ത്തിയിരുന്ന മാധ്യമങ്ങൾ അവരുടെ തനിസ്വരൂപം കാണിച്ച് ടീച്ചർ വധത്തിന് എരിവും പുളിയും പകർന്നു. ആരംഭം തൊട്ടേ സ്ഥാനാർത്ഥിക്ക് ഒരു മതനിറം കൊടുക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ കാണിച്ച അമിത ആവേശം തീർത്തും അരോചകമായി തോന്നി. നോമ്പും പെരുന്നാളും പെരുന്നാൾ നമസ്കാരവും വെള്ളിയാഴ്ച ജുമായും ഇലക്ഷൻ കമ്പോളത്തിൽ നല്ല വിൽപ്പന ചരക്കാക്കി UDF മാറ്റി. വടകര മണ്ഡലത്തിന് പുറത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരുതരം കുത്തൊഴുക്കായിരുന്നു വടകരയിലേക്ക്. ഇലക്ഷൻ ജയിക്കാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തീ പിടിപ്പിച്ച BJPയുടെ മറുവശമായി ലീഗ് മാറി. ന്യൂനപക്ഷ വർഗീയതയുടെ മാലപ്പടക്കത്തിന് അവർ തീ കൊളുത്തി. ചികരടിപ്പിക്കുന്ന ശബ്ദത്തോടെ അത് വടകര പാർലമെന്റ് മണ്ഡലത്തിന് മുക്കിലും മൂലിലും പൊട്ടിത്തെറിച്ചു. പലപ്പോഴും വടകരയിലെ ഇലക്ഷൻ രംഗം വർഗീയ ചേരിതിരിവിൽ വീർപ്പുമുട്ടി. ബഹുസ്വരമാകേണ്ട പ്രചാരണ സദസ്സുകളെല്ലാം BJPയുടേത് പോലെ ഏകമാന സ്വഭാവമുള്ളതായി മാറി. ഇലക്ഷനെ സംഘപരിവാർ കായ്വൽക്കരിച്ച പോലെ വടകരയിൽ ലീഗ് പ്രവർത്തകർ ലോക്സഭാ ഇലക്ഷൻ സമ്പൂർണ്ണമായി പച്ചവൽക്കരിച്ചു. ഇന്ത്യൻ കറൻസിയുടെ പേമാരി പേയ്ക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്ന ഭാവത്തിലാണ് UDFന്റെ പ്രചാരണ കോലാഹലങ്ങൾ അരങ്ങ് തകർത്തത്. മാന്യതയും ലാളിത്യവും അരിക പോലും വരാതെ നോക്കാൻ അവർ പ്രത്യേകം ജാഗ്രത കാട്ടി. രാത്രി 10 മണി കഴിഞ്ഞും സ്ഥാനാർത്ഥിയെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നവരുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ചില പ്രത്യേക കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തു. മതേതര മനസ്സുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയും ശീലവുമാണ് വടകരയിലെ ലീഗ് കേന്ദ്രങ്ങളിൽ അവർ പുറത്തെടുത്തത്. തവരൂരിൽ 1 മില്യണിലധികം FB ഫോളോവേഴ്സുള്ള ലീഗുകാരനെ ചാരിറ്റി ബിസിനസ്സുകാരനെ നിർത്തി പയറ്റിയ എല്ലാ തന്ത്രങ്ങളും വടകരയിലും അതേ ടീമിനെ കൊണ്ട് നടത്തിച്ചു. പുറത്തുനിന്ന് ആളുകളെ ഇറക്കി പ്രചാരണ സമ്മേളനങ്ങൾ കൊഴുപ്പിച്ചു. കൊച്ചുകുട്ടികളെപ്പോലും അഭിനയത്തിൻ്റെ ഭാഗമാക്കി. കുട്ടികളെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയുടെ പേര് പറയിപ്പിക്കുക, തുടർന്ന് സ്ഥാനാർത്ഥി മിഠായി പൊതികളുമായി രംഗപ്രവേശം ചെയ്യുക. സ്ഥാനാർത്ഥിയുടെ ഇരിപ്പും നടപ്പും എല്ലാം ഇടവേളയില്ലാതെ പകർത്താൻ ക്യാമറ കണ്ണുകൾ കാട്ടിയ കരുതലിന് ഓസ്കാർ ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. സിനിമാ നടന്മാരെ പോലും പിന്നിലാക്കും വിധമായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ നടന വൈഭവം. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ പുരപ്പുറത്ത് കയറിയത് കൂവുന്നത് കേട്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഇലക്ഷനിൽ തോൽക്കുമെന്ന് വരുമ്പോൾ മതായുധം പുറത്തെടുക്കാൻ ലീഗിലെ തീവ്രന്മാർക്ക് യാതൊരു മടിയുമില്ല. അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് നികേഷ് കുമാറിനെതിരെ സിറാത്ത് പാലം കടക്കാത്ത കാഫിർ എന്ന് അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസ് ഇലക്ഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് പിടികൂടിയതിൻ്റെ പേരിലാണ് UDF സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഫലം ഹൈക്കോടതി 2 പ്രാവശ്യം റദ്ദ് ചെയ്തത്. ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. വടകരയിലും അതേ കാർഡാണ് ടീച്ചർക്കെതിരെ ലീഗ് പുറത്തെടുത്തത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച് കൊടിയ ശത്രുക്കളെയാണ് കാഫിർ എന്ന അറബി പദം കൊണ്ട് ഖുർആൻ വീക്ഷിക്കുന്നത്. അതേ വാക്കാണ് ശൈല ടീച്ചർക്കെതിരെ വ്യാപകമായി വടകരയിലെ UDF സ്ഥാനാർത്ഥിയും കൂട്ടരും ഉപയോഗിച്ചത്. 2021 നടന്ന നിയമസഭാ ഇലക്ഷനിൽ എനിക്കെതിരെ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഇറക്കിയത് മതകാർഡാണ്. ഞാൻ ഇസ്ലാമിക വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുവെന്ന് കൃത്രിമമായി FB സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ലീഗ് MLA ആയിരുന്ന ഷാജിയുടെ ഇലക്ഷൻ ഹൈക്കോടതി റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വീഡിയോ ക്ലിപ്പിംഗ് ആക്കി നാട് നീളെ പരസ്യപ്പെടുത്തി. BJPയുടെ വോട്ട് വില കൊടുത്ത് വാങ്ങി. എന്നിട്ടും പക്ഷേ സത്യത്തെ തോൽപ്പിക്കാനായില്ല. 2024 വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നല്ല ഇലക്ഷൻ UDF മുച്ചൂടും വർഗീയവൽക്കരിച്ചു എന്നതിൻ്റെ പേരിലാകും ചരിത്രത്തിൽ ഇടം നേടുക. ഇത്രയും പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കുറിപ്പ് അവസാനിക്കുന്നത്. വ്യക്തമായിട്ട് കാര്യങ്ങൾ എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലീഗ് എന്താണ് വടകരയിൽ ചെയ്തത്, ഷാഫി പറമ്പിൽ എന്താണ് വടകരയിൽ ചെയ്തത്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലെന്ന രീതിയിൽ വന്ന് കരയുകയാണ് ഷാഫി പറമ്പിൽ എന്നെ വർഗീയവാദി എന്ന് വിളിക്കലെന്ന്. പക്ഷേ വടകരയിൽ എന്താണ് ചെയ്തത്, വടകരയിൽ ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താണ് ഷാഫി പറമ്പിലിനെ വിളിക്കുക? ആ പേരെന്തായാലും ഷാഫി പറമ്പിലിന് നല്ല 1ാം തരമായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പാലക്കാട് എത്തുമ്പോഴത്തേക്കും ഭൂരിപക്ഷ വർഗീയതയുടെ രഹസ്യ കാമുകൻ, വടകര എത്തുമ്പോഴത്തേക്കും ന്യൂനപക്ഷ വർഗീയതയുടെ പരസ്യ കാമുകൻ. എന്തായാലും കാമുകനാണ് വർഗീയതയുടെ ഷാഫി പറമ്പിൽ. അത് വ്യക്തമാക്കുന്ന പലതരം തെളിവുകൾ ഓരോന്ന് പറഞ്ഞാൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഷാഫി പറമ്പിലിൻ്റെ കള്ളക്കരച്ചിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ബാലൻസിങ് ആറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ബാലൻസിങ് ചെയ്യുന്ന വെച്ചാൽ കഥ മാറ്റിയെടുത്ത്
ടീച്ചറിലേക്ക് വീണ്ടും തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള വെറുമൊരു തന്ത്രം മാത്രമാണ് ടീച്ചറിനെ വീണ്ടും അധിക്ഷേപിക്കുന്നത്. പക്ഷേ സത്യം മറച്ചു വെക്കാൻ എന്തായാലും അവർക്ക് രണ്ടുപേർക്കും സാധിക്കത്തില്ല. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും.